എല്ലാ പ്രേക്ഷകർക്കും ഗുരുപ്രിയ ടിവിയുടെ ദേവനാം പ്രിയ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലുള്ള കൊടകര തപോവനം ദക്ഷിണാമൂർത്തി ശിവക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. വെറും 43 ദിവസം കൊണ്ട് പണി കഴിപ്പിച്ചൊരു ക്ഷേത്രമാണിത്. അത് മാത്രമല്ല, ഇവിടെ ഭക്തനും ഭഗവാനും രണ്ടല്ല ഒന്നാണെന്നുള്ളൊരു വിശ്വാസമാണ്. അങ്ങനെ പറയാനൊരു കാരണം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വഴിപാടുകൾ കഴിക്കുകയാണെങ്കിൽ ഒരു ധനച്ചെലവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പം ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ പറ്റിയിട്ടും ബാക്കി വിവരങ്ങളെ പറ്റിയിട്ടും ഒക്കെ ചോദിച്ചറിയാൻ അർഹതപ്പെട്ട ഒരാൾ ഇവിടെ തന്നെ ഉണ്ട്, ഡോക്ടർ അശ്വനിദേവ തന്ത്രികൾ. അപ്പം നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ഗുരുപ്രിയ ടിവിയുടെ ദേവനാം പ്രിയ എന്ന പ്രോഗ്രാമിലേക്ക് അങ്ങേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കേട്ടറിഞ്ഞു ഈ ക്ഷേത്രം വെറും 43 ദിവസം കൊണ്ട് ചുറ്റമ്പലത്തോടുകൂടി പണിയെടുപ്പിച്ചൊരു ക്ഷേത്രമാണിത്. അപ്പം അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം 43 ദിവസം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. അത് ഇവിടെയുള്ള എല്ലാ ഭക്തരുടെയും ഒരു പൂർണ്ണ സാന്നിധ്യം, അതുപോലെ തന്നെ 72ഓളം വരുന്ന ക്ഷേത്ര നിർമ്മാണം നടത്തുന്ന വ്യക്തിത്വങ്ങളുടെ അശ്രാന്ത പരിശ്രമവും കൂടി ചേർന്നുകൊണ്ടാണ് ഇങ്ങനൊരു ക്ഷേത്രം 43 ദിവസം കൊണ്ട് ശ്രീകോവിൽ, ഈ നമസ്കാര മണ്ഡപം, അഗ്രസഭ, വലിക്കൽപുരി അടക്കമുള്ള 111 കോടി ചുറ്റിലുള്ള ഒരു മഹാക്ഷേത്രം നിർമ്മിക്കാൻ സാധ്യമായി. അതിനേക്കാളും ഉപരിയായിട്ട് ഈ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വളരെ സന്തോഷകരമായി തന്നെ അത്രയും മണിക്കൂറുകൾ ജോലി ചെയ്തിട്ടും യാതൊരു ക്ഷീണമില്ലാതെ വളരെ ഭംഗിയായിട്ട് ചെയ്യുവാനുള്ളൊരു സംവിധാനം, ആ ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു മഹാക്ഷേത്രം 43 ദിവസം കൊണ്ട് തീർന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. പൂർണ്ണമായിട്ടുള്ള ആ ഭഗവത് അനുഗ്രഹം തന്നെയാണ് ഇതിന് പൂർണ്ണമായിട്ടുള്ള കാരണം. പിന്നെ ഈ ഒരു ക്ഷേത്രം ഇവിടെ കൊണ്ടുവരണം, എങ്ങനെയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം, അതിന്റെ തിരക്കിലെ ഒരു എങ്ങനെയായിരുന്നു? അതായത് 98 പരമേശ്വരാനന്ദ സരസ്വതി സ്വാമികളിൽ നിന്നും ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം അവിടെ വന്നിട്ടുള്ള ഒരു ഹിമാലയത്തിൽ നിന്ന് വന്ന ഒരു സ്വാമിജിയുടെ അനുഗ്രഹ ആശിസ്സുകളെ ഏറ്റുവാങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു നർമ്മദേശ്വര ലിംഗം തന്നിരുന്നു. ആ നർമ്മദേശ്വര ശിവലിംഗത്തിൽ നിത്യം 2 നേരം പൂജകളും കാര്യങ്ങളായിട്ട് തന്നിരുന്നു. അത് മറവാഞ്ചേരി ശിവക്ഷേത്രത്തിലും കലയുടെ മഹാദേവ ക്ഷേത്രത്തിലൊക്കെ ഉപാസിച്ച് കൊണ്ടുവന്നു. പിന്നീട് ഇവിടെ ഉപാസിച്ചിരുന്നു. വീണ്ടും ഹിമാലയത്തിൽ കൊണ്ടുപോയി, ഹിമാലയത്തിൽ തപോവനം എന്ന് പറയുന്ന സ്ഥലത്ത് ഗംഗ തുടങ്ങുന്ന ഗംഗോത്രി കഴിഞ്ഞ് ഗോമുഖ എന്നുള്ള സങ്കല്പത്തിൻ്റെ അനുബന്ധമായിട്ട് തപോവനം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയത് പൂജിച്ച് അഭിഷേകാദികളൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ ഒരുപാട് വർഷക്കാലം ഉപാസിച്ച ആ ഒരു നർമ്മദേശ്വര ശിവലിംഗത്തെ സാന്നിധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ക്ഷേത്രത്തിന് പ്രാരംഭം കുറിച്ചത് ആദ്യം. അതിനുശേഷം കൈമുക്ക് രാമനക്കി തിരിപ്പാടിൻ്റെ പ്രശ്നചിന്തയിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു ക്ഷേത്രത്തിനുള്ള ആദ്യത്തെ പ്രാരംഭം ചെയ്തത്. അതിന് കൈമുക്ക് നാരായണ നമ്പൂതിരിപ്പാടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ മുഹൂർത്തം, ശിലാസ്ഥാപനത്തിനുള്ള മുഹൂർത്തം കുറിച്ച് തന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അനുഗ്രഹം, അതുപോലെ തന്നെ അന്ന് ശബരിമല ഗുരുവായൂർ മുൻ മേൽശാന്തിമാരായിട്ടുള്ളവരുടെ സാന്നിധ്യത്തോടു കൂടിയാണ് ശിലാസ്ഥാപനം നടത്തിയത്. ശ്രീഹരി നമ്പൂതിരിയൊക്കെ കൂടി തന്നെ ആദ്യത്തെ ശിലാസ്ഥാപനം. നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമി ആദ്യം ഇവിടെ വന്ന സമയത്ത്, സംഗീത കുലപതിയായിരിക്കുന്ന ദക്ഷിണാമൂർത്തി സ്വാമി ആദ്യം വന്ന സമയത്ത് അദ്ദേഹം ആണ് വൈക്കത്തപ്പനെ പ്രതിഷ്ഠിച്ച് സംഗീതം പഠിപ്പിക്കണം, അങ്ങ് ഉപാസിക്കുന്ന നർമ്മദേശ്വര ശിവലിംഗത്തെ മഹാക്ഷേത്രം എന്നുള്ളൊരു സങ്കല്പത്തിലാക്കിക്കൊണ്ട് അവിടെ സംഗീതവും 64 കലകളും പഠിപ്പിക്കുവാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നിശ്ചയപ്രകാരം ആണ് പിന്നീട് നമ്മൾ കൈമുക്ക് രാമനക്കി തിരിപ്പാടിനെ ചെന്ന് കണ്ടതും പ്രശ്നചിന്ത ചെയ്തതും ഏതൊക്കെ മൂർത്തികളാണ്, ഏതൊക്കെ ചൈതന്യങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു തന്നതും അദ്ദേഹമാണ്. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ഹിമാലയത്തിലൊക്കെ പോയി വന്ന് തപസ്സനുഷ്ഠിച്ച് വന്നതിന് ശേഷം ആണ് ഈ ക്ഷേത്രത്തിനുള്ള മുഹൂർത്തം കുറിച്ചതും. ആ മുഹൂർത്തം കുറിക്കുന്ന സമയത്ത് ഉത്തരായനം കഴിയാൻ പോവാണ്. അപ്പൊ ഉത്തരായനത്തിലാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ പാടുള്ളൂ എന്നുണ്ട്.
അപ്പോൾ ആ സൂര്യൻ ഉത്തര ദിക്കിലെ സങ്കല്പിച്ച് നീങ്ങുന്ന ആ ഒരു സമയത്ത് വേണം പ്രതിഷ്ഠകളൊക്കെ തന്നെ ചെയ്യാനായിട്ട്. അപ്പൊ അതിന് ആകെ കൂടി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഏകദേശം ഒരു 53 ദിവസേ ഉത്തരായണത്തിന് മുഹൂർത്തത്തിന് ആ പ്രതിഷ്ഠാ മുഹൂർത്തത്തിന് ബാക്കിയുള്ളൂ. ആ സമയത്താണ് ക്ഷേത്ര നിർമ്മാണം തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ മുഹൂർത്തം നിശ്ചയിച്ച് നോക്കുമ്പോൾ ആകെ പ്രതിഷ്ഠയ്ക്ക് അവസാന മുഹൂർത്തം എന്ന് പറയുന്നതിന് 53 ദിവസമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രതിഷ്ഠയ്ക്ക് ക്രിയ പൂർത്തീകരിക്കുന്നതിന് മുൻപ് ഒരു 10 ദിവസം മുൻപ് ക്രിയകൾ തുടങ്ങണം. മുള പൂജകളും മറ്റുള്ള കലശത്തിന്റെ തന്ത്രവിധാനത്തിലുള്ള പൂജകളും വിധി പ്രകാരം ചെയ്യണമെങ്കിൽ മുളപൂജയൊക്കെ നേരത്തെ തന്നെ തുടങ്ങണം. അപ്പൊ അങ്ങനെ ഒരു 10 ദിവസം പ്രതിഷ്ഠാ ക്രിയക്ക് തന്നെ വേണ്ടി വന്നതുകൊണ്ട് 43 ദിവസം കൊണ്ട് ക്ഷേത്രം പണിതീർക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ക്ഷേത്രം പ്രാരംഭം ചെയ്യുവാനുള്ള ആദ്യ കാരണം എന്ന് പറയുന്നത് പരമേശ്വരാനന്ദ സ്വാമി 98 തന്ന ദീക്ഷയുടെ അനന്തരം നമുക്ക് കിട്ടിയ ഒരു നർമ്മദേശ്വര ലിംഗത്തെ ഉപാസന ചെയ്തുകൊണ്ടാണ്. അത്രയും വർഷത്തെ ഒരു ഉപാസന കൊണ്ടാണ് ഈ ചൈതന്യം അത്രയും ബൃഹത്തായിട്ടുള്ള രീതിയിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ പ്രതിഷ്ഠിക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് 11 വർഷം തുടർച്ചയായിട്ട് മഹാരുദ്രയാഗം നടത്തി, അതിനുശേഷം അതിരുദ്രയാഗം നടത്തി. അപ്പം അതിനെ പറ്റി ഒന്ന് പറയാം. അതായത് വേദങ്ങൾ 4 വേദങ്ങളാണ്. അതില് യജുർവേദം തന്നെ 2 ഭാഗമുണ്ട്. കൃഷ്ണ യജുർവേദം, ശുക്ല യജുർവേദം. അതിൽ കൃഷ്ണ യജുർവേദത്തിലെ തൈത്തിരീയ സംഹിത എന്ന് പറയുന്ന ഭാഗത്തിൽ ആണ് ശ്രീരുദ്രം എന്ന് പറയുന്ന ബൃഹത്തായിട്ടുള്ള മന്ത്രം ഉള്ളത്. 11 അനുഭാഗങ്ങളാണ് ശ്രീരുദ്രം എന്ന് പറയുന്ന മന്ത്രത്തിനുള്ളത്. അപ്പോൾ ഈ മഹാരുദ്രം എന്ന് പറയുന്നത് 11 ദിവസം 11 ആചാര്യന്മാര് 11 ആവർത്തി ശ്രീരുദ്രം ഈ പറയുന്ന രുദ്രത്തെ ചൊല്ലി തീർത്തുകൊണ്ട് ആജ്യ ഹവനമൊക്കെ ചെയ്ത് അതിൻ്റെ 11 ദ്രവ്യങ്ങൾ ശിവന് അഭിഷേകം ചെയ്യുന്നത് വരികയാണ് മഹാരുദ്രം. അങ്ങനെ 11 മഹാരുദ്രങ്ങൾ നടത്തിയാലാണ് ഒരു അതിരുദ്രം നടത്തുന്നത്. അപ്പൊ 11 വർഷം 2011 മുതൽ തുടർച്ചയായി 11 വർഷക്കാലം എല്ലാ വർഷവും മുടങ്ങാതെ മഹാരുദ്രം ചെയ്തത് കൊണ്ടാണ് ഈ ഒരു അതിരുദ്രം ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പൊ അതിരുദ്രം എന്ന് പറയുന്നത് 11 മഹാകുണ്ഡങ്ങൾ ഉണ്ട്. ആ 11 മഹാകുണ്ഡങ്ങളും അതിന് വിധികളുണ്ട്, പക്ഷാന്തരങ്ങളുണ്ട്. അപ്പൊ 11 ഹോമകുണ്ഡങ്ങളില് ഓരോ ഹോമകുണ്ഡത്തിലും 11 ആചാര്യന്മാര് വെച്ച് അങ്ങനെ 123 ആചാര്യന്മാര് ചുറ്റും ഇരുന്ന് കൊണ്ട് അതിൽ മുഖ്യമായിട്ടും നമ്മുടെ ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞ പ്രധാന ആചാര്യ കുണ്ഡം എന്ന് പറയുന്ന ആ കുണ്ഡത്തില് നമ്മുടെ പെരുമ്പടപ്പ് മന ഋഷികേശൻ സോമയാജിപ്പാടാണ് ആ പ്രധാന കുണ്ഡത്തിൽ ആചാര്യനായിട്ട് മുഖ്യാചാര്യനായിട്ട് ഇരുന്നത്. അങ്ങനെ ഓരോ കുണ്ഡത്തിനും ഓരോ ആചാര്യന്മാര് ഇരുന്നു കൊണ്ടാണ് നമ്മുടെ സോമയാജിപ്പാടിനൊപ്പം തന്നെ ആ 11 പേരും ആ പ്രധാനമായിട്ടുള്ള കുണ്ഡത്തിൽ സതീഷ് ദേശ്മുഖ്ജി തുടങ്ങിയതായിട്ടുള്ള അരണി കടയുന്നതിന് വന്നിട്ടുള്ള അദ്ദേഹം ഒക്കെ ആയിട്ടുള്ള ഒരു കുണ്ഡം. പിന്നെ അതിന് തൊട്ട് നടുവിലത്തെ കുണ്ഡം എന്ന് പറയുന്നത് അതിൽ ഞാനായിരുന്നു. എൻ്റെ കൂടെയുള്ള 11 ആചാര്യന്മാരും ആ കുണ്ഡത്തിൽ. അങ്ങനെ ഓരോ രാമചന്ദ്രൻ തന്ത്രികള്, വിനീത് ഭട്ട്, പ്രഭു രക്ഷിത തന്ത്രികൾ, അങ്ങനെ ഒരുപാട് പ്രഭാകരാനന്ദ സരസ്വതി സ്വാമികളുടെ അഖില ഭാരതീയ യജ്ഞസമിതിയുടെ ഉത്തരവാദിത്വം, അതുപോലെ തന്നെ ഈ ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വരായിട്ടുള്ള പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ്, അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു 3 കുണ്ഡങ്ങളുടെ സന്യാസിമാര് തന്നെ ഒരു 3 കുണ്ഡങ്ങളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ വിജുപ്പറ്റികളും മറ്റുള്ള ഒരുപാട് ആചാര്യന്മാര് ഒരുമിച്ച് ഷൈൻ തന്ത്രികൾ, സുജിത് കുമാർ തന്ത്രികൾ, അങ്ങനെയുള്ള കുറെ തന്ത്രിമാരുടെ ഒരുപാട് പേരെടുത്ത് 120 ആചാര്യന്മാരുടെ ഒരു ഇതിലാണ് നമ്മൾ അതിരുദ്രം നടത്തിയത്. അപ്പൊ അത് വളരെ ഭംഗിയായിട്ട് 11 ദിവസം ആചരിച്ചു. 11ാമത്തെ ദിവസം ആണ് ഈ 1000 സഹസ്ര കുംഭങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്തു. എല്ലാ ദിവസവും 11 ദ്രവ്യങ്ങളുടെ അഭിഷേകം ഉണ്ടായി. അതിലെ ഗുരുവായൂർ മുൻമേൽശാന്തി, ശബരിമല മുൻമേൽശാന്തിമാര്, പിന്നെ അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ, എല്ലാ ജയരാജകുട്ടികൾ, അഴകത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഗുരുവായൂർ മുൻമേൽശാന്തിയായിട്ടുള്ള ശ്രീഹരി നമ്പൂതിരിപ്പാട്, അങ്ങനെ കൊടുങ്ങല്ലൂർ അടികൾ തുടങ്ങിയതായിട്ടുള്ള ഒരുപാട് വിശിഷ്ട ആചാര്യന്മാർ വന്ന് നമ്മുടെ ആലപ്പുഴയുള്ള ഒരു
ചക്കുളത്തുകാവ് രാധാകൃഷ്ണൻ അദ്ദേഹം, അങ്ങനെ ഒരുപാട് ആചാര്യന്മാർ വന്നിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക കലാ മേഖലയിലുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ, ആർട്ടിസ്റ്റുകളായിട്ടുള്ള പ്രത്യേകിച്ച് MG ശ്രീകുമാർ തുടങ്ങിയതായിട്ടുള്ള അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളും ആചാര്യന്മാരൊക്കെ പങ്കെടുത്ത് ഇവിടുത്തെ പ്രധാന പ്രസാദമായിട്ടുള്ള രുദ്രാക്ഷവും ഒക്കെ സ്വീകരിച്ച് പോയി വളരെ ഭംഗിയായിട്ട് നടന്നിരുന്നു. അപ്പോൾ ഈ ശ്രീ മഹാരുദ്രം എന്ന് പറയുന്നത് 11 ആചാര്യന്മാർ 11 ദിവസം 11 ആവർത്തി വെച്ച് ചൊല്ലി തീർക്കുന്ന ഒരു യജ്ഞമാണ് മഹാരുദ്രം. അതിരുദ്രം എന്ന് പറയുന്നത് 11 വർഷം തുടർച്ചയായിട്ട് മഹാരുദ്രം കഴിഞ്ഞതിന് ശേഷം നടത്തുന്നതാണ്. 11 കുണ്ഡങ്ങളിൽ ഓരോ കുണ്ഡത്തിലും 11 ആചാര്യന്മാർ വെച്ച് 121ഓളം വരുന്ന ആചാര്യന്മാർ ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന ഒരു ക്രിയയാണ് അതിരുദ്രം. അതിരുദ്ര യാഗത്തിന് ശേഷം പ്രധാനമായിട്ടും കൊടുക്കുന്നത് ഈ ദ്വിമുഖ രുദ്രാക്ഷാണെന്ന് കേട്ടിട്ടുണ്ട്. അത് വാങ്ങിക്കാൻ പുറത്തുനിന്ന് പോലും ആൾക്കാർ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? ഈ രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ രുദ്രാക്ഷത്തിന് വളരെ പ്രസക്തിയുണ്ട്. രുദ്രസ്യാക്ഷി രുദ്രാക്ഷ. അപ്പോൾ രുദ്രന്റെ അല്ലെങ്കിൽ മഹാദേവന്റെ പൂർണ്ണമായിട്ടുള്ള ഈ ബാഹ്യമായിട്ട് ഭൗതികതയിൽ നമുക്ക് ധരിക്കാവുന്ന ഒരു സങ്കല്പത്തിലൊന്നാണ് രുദ്രാക്ഷം. അപ്പോൾ രുദ്രാക്ഷത്തിന് പോസിറ്റീവ് എനർജി ഉണ്ട്, ആത്മീയമായിട്ടുള്ള പവറിനെ കൂട്ടുന്നതിനുള്ള മഹത്വം രുദ്രാക്ഷത്തിനുണ്ട് എന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ ഈ 2 മുഖ രുദ്രാക്ഷം എന്ന് പറയുന്നത് ദ്വിമുഖി അല്ലെങ്കിൽ ഗൗരി ശങ്കരം എന്നൊക്കെ പറയുന്നത് 2 ഫേസാണ് ഈ ദ്വിമുഖി രുദ്രാക്ഷത്തിന്. ഈ 2 ഫേസ് എന്ന് പറയുന്നത് ഒന്ന് ശിവനും ഒന്ന് പാർവതി എന്നുള്ള സങ്കല്പത്തിലാണ് ഗൗരി ശങ്കരം അല്ലെങ്കിൽ ദ്വിമുഖി എന്നൊക്കെ അറിയപ്പെടുന്നത്. കാരണം അതാണ്. അപ്പം ഈ അതിരുദ്ര മഹായാഗത്തിൽ ഇപ്പം എല്ലാ അതിരുദ്രയാഗത്തിലും രുദ്രാക്ഷം പ്രസാദം എന്നുള്ളൊരു സങ്കല്പമില്ല. പക്ഷെ ഇവിടെ ഞാൻ ഹിമാലയത്തിലായിരിക്കുന്ന സമയത്ത് നേപ്പാളിൽ നിന്ന് വന്ന കുറച്ച് സ്വാമിമാരുടെ ഒരു ഇത് പ്രകാരം നമ്മൾ കുറേ 2 മുഖ രുദ്രാക്ഷം കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ ഇവിടുന്ന് വിളിച്ചിട്ട് അവിടെ നിന്ന് കുറേ ഒരുപാട് ഈ യാഗത്തിന് പൂജിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കുറച്ച് രുദ്രാക്ഷം നമുക്ക് വേറെ വന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രസാദമായിട്ട് ഇപ്പം നമ്മൾ ഈ വന്ന ശബരിമല മേൽശാന്തിക്കും ഗുരുവായൂർ മേൽശാന്തിക്കും ഒക്കെ എല്ലാവർക്കും കൊടുത്തത് ഈ ഒരു പ്രസാദമായിട്ട് ഈ ദ്വിമുഖി രുദ്രാക്ഷമാണ്. അപ്പം അതിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഈ 11x11 ആചാര്യന്മാർ ഈ 11 ദിവസവും ഹോമിച്ചിട്ടുള്ള നെയ്യുടെ സംവാദ സ്പർശം കൊണ്ടും ആ ജപം അത്രയും ഒരു മഹാ രുദ്രങ്ങളിലും അല്ലെങ്കിൽ അതിരുദ്രങ്ങളിലൊക്കെ ജപിക്കുന്ന യജുർവേദത്തിലെ ഈ ഒരു മന്ത്രം വളരെ പ്രസക്തിയോടുകൂടി അത്രയും ആവർത്തി, അതായത് നമ്മൾ 121x11 അതിനെ മുഴുവനും കൂട്ടിയിട്ട് ×11 അങ്ങനെ 11 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലിയിട്ടുള്ള ആ മന്ത്രങ്ങളുടെ മുഴുവനും സംവാദത്തെ അതിൽ ലയിപ്പിച്ചുകൊണ്ടും ഈ പറയുന്ന 1000-ലധികം കലശങ്ങൾ ശിവലിംഗത്തിൽ ആടി അതിൻ്റെ ശിഷ്ട സംവാദത്തെ സ്പർശിച്ചുകൊണ്ടും ആ ജപങ്ങൾ നടത്തിയിട്ട് അതിനെ പൂർത്തീകരിച്ച് അതിൽ വെള്ളിയൊക്കെ കെട്ടി അതിൽ മുത്തൊക്കെ ചേർത്ത് അല്ല അങ്ങനെ ചേർത്ത് അതിനെ ഭംഗിയാക്കി പൂജിച്ചിട്ടാണ് ആ രുദ്രാക്ഷം എല്ലാവർക്കും കൊടുക്കുന്നത്. അതിൽ പുറത്തുനിന്നുള്ള ആത്മീയ നേതാക്കന്മാർ വരെ, പുറം രാജ്യങ്ങളിലുള്ള ആത്മീയ നേതാക്കൾ വരെ, ആത്മീയ സാംസ്കാരിക സാമൂഹിക വ്യക്തിത്വങ്ങൾ വരെ ഇവിടെ വന്ന് സ്വീകരിച്ചിരുന്നു. നമ്മുടെ സ്റ്റീഫൻ റിച്ചാർഡ്സ് അദ്ദേഹമൊക്കെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള അവരൊക്കെ വന്നിട്ട് ഇവിടുന്ന് ആ രുദ്രാക്ഷം സ്വീകരിച്ചു പോയിരുന്നു ആ സമയത്ത്. പിന്നെ നമ്മുടെ പാലക്കാടുള്ള നമ്മുടെ സുനിൽ സ്വാമികൾ, അങ്ങനെയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ, സിനിമ ആർട്ടിസ്റ്റുകൾ, അങ്ങനെ ദാസേട്ടനായാലും ഇവിടെ നിന്ന് രുദ്രാക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെ വന്നിട്ട് ആ രുദ്രാക്ഷം സ്വീകരിച്ച് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് രുദ്രാക്ഷത്തിനുള്ളൊരു ഗുണമുണ്ട്. അതിനേക്കാളും ഉപരിയായിട്ട് ഇത് 2 മുഖമാണ്, വളരെ റെയറാണ്. ശിവനും പാർവതി. ഈ സാധാരണ രുദ്രാക്ഷം പഞ്ചമുഖി അല്ലെങ്കിൽ ഷഡ്മുഖിയായിട്ടുള്ള രുദ്രാക്ഷങ്ങളാണ്, റൗണ്ടിലുള്ള രുദ്രാക്ഷമാണ് പതിവ്. ഇത് 2 ഫേസ് മാത്രമേ ഇതിനുണ്ടാവുള്ളൂ, മറ്റേത് റൗണ്ട് ആയിരിക്കും. ഇത് 2 ഫേസാണ് ഈ രുദ്രാക്ഷത്തിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 മുഖ രുദ്രാക്ഷം ഒറിജിനൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു, കാരണം നേപ്പാളിലാണ് കൂടുതലും അതിൻ്റെ ഇതുള്ളത്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള രുദ്രാക്ഷങ്ങളൊക്കെ ഇങ്ങനെ ഇതായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഒരേ അളവായിരിക്കും, ഒരേ കാറ്റഗറിയിലായിരിക്കും, ഒരു മിഷനറിയിൽ നിന്ന് വരുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെയുള്ള ഈ രുദ്രാക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ 100 രുദ്രാക്ഷം എടുത്താലും
100 രുദ്രാക്ഷം 100 തരത്തിലുള്ളതായിരിക്കും 100 തരത്തിലുള്ള ആയിരിക്കും ഇവിടുത്തെ. അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം. ഹിമാലയത്തിൽ നിന്ന് സ്വാമിമാര് നമുക്ക് പറഞ്ഞ് അവരുടെ ആ ഒരു ഇതോടുകൂടി അനുഗ്രഹത്തോടു കൂടി ഇവിടെ കൊണ്ടുവന്നു. ഒരു പ്രത്യേകത വെച്ചാൽ ഒരു 50ഓളം വരുന്ന സന്യാസി ശ്രേഷ്ഠന്മാര് ഏകദേശം 11 ദിവസവും ഇവിടുത്തെ പൂജകൾക്കും യാഗത്തിനും വിശേഷാൽ ഉണ്ടായിരുന്നു തന്നെ. അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ഈ രുദ്രാക്ഷത്തിന് അത്രയും പ്രസക്തിയുണ്ട്. കൂടാതെ ഗൗരി ശങ്കരം എന്ന് പറയുന്ന ഈ ദ്വിമുഖി രുദ്രാക്ഷം അത്രയും പ്രസക്തിയുണ്ട്. നമുക്ക് വളരെ പവർഫുള്ളാണിത്. ജാതി മത പ്രായ ഭേദമന്യേ ഇങ്ങോട്ട് വരാം. അതുപോലെ തന്നെ വഴിപാടുകൾക്കൊന്നും തന്നെ ധനച്ചെലവില്ല. അപ്പം അങ്ങക്ക് ഇങ്ങനൊരു ആശയം കൊണ്ടുവരാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ ദീക്ഷ സ്വീകരിച്ച നാൾ മുതൽ സ്വാമി പരമേശ്വരാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ ജീവിത ചര്യകളിൽ കൂടെ നമ്മൾ ഗുരുനാഥന്മാരെ പഠിപ്പിച്ചു തരുന്ന ഒരു സമ്പ്രദായത്തെയാണ് ശിഷ്യന്മാർ പരമാവധി പിന്തുടരുക എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം സനാതനധർമ്മ സംസ്കാരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റുമോ അതെല്ലാം അനുഷ്ഠിച്ച് ജീവിച്ചു പോന്നിരുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ആ ഒരു സങ്കല്പത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളും ആ ഒരു പാതയിൽ കൂടെ പിന്തുടരുന്നത്. കാരണം ഈ ഒരു ദേവ ചൈതന്യം എന്നുള്ളത് ഒരിക്കലും ധനം കൊടുത്ത് സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇപ്പോൾ ശബരിമലയിലായാലും തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 4 വേദങ്ങളിലായാലും അയവാത്മാ ബ്രഹ്മാഹം ബ്രഹ്മാസ്മി എന്നുള്ള തത്വങ്ങളൊക്കെ എല്ലാ വേദങ്ങളിലും പറഞ്ഞിരിക്കുന്നതൊക്കെ തന്നെ ഈശ്വരൻ എന്നുള്ള ഈശ്വര സങ്കല്പം മുഴുവനും ഒരു ജീവസങ്കല്പത്തിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പരബ്രഹ്മ തത്വത്തെ കണക്കാക്കുന്നതാണ് വേദങ്ങളെല്ലാം. അപ്പോൾ വേദാധിഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങളെയാണ് മറ്റുള്ള താന്ത്രിക ക്രിയകളിൽ കൂടെ നമുക്ക് ഈ പൂജ അല്ലെങ്കിൽ ക്ഷേത്രം ആ ഒരു സങ്കല്പത്തിലേക്ക് മാറ്റിക്കൊണ്ടുവന്നത്. അപ്പോൾ ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിൽ കൃത്യമായിട്ട് മാധവജി പറയുന്നുണ്ട്, ക്ഷതാത്രായുടെ ഈ ക്ഷേത്രം, അതായത് ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക ഉള്ള ഒരു ഉപാധിയാണ്. അപ്പോൾ ഒരു ഭക്തൻ ക്ഷേത്രത്തിൽ വന്നാൽ ആ ഭക്തൻ്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള നല്ലതിനെ ഉയർത്തുന്നതിന് വേണ്ടിയാണ് ക്ഷേത്രം എന്നുള്ള സങ്കല്പം. അപ്പം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പൂർണ്ണമായിട്ടുള്ള സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതിനുള്ള ഒരു സങ്കല്പത്തെയാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശരീരത്തിന് ആരോഗ്യം കിട്ടുന്നു. വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിന് ആരോഗ്യം കിട്ടുന്നു. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു കേന്ദ്രമാണ് ക്ഷേത്രം. നേരെ മറിച്ച് നമ്മൾ അവിടെ ഇരിക്കുന്ന ഈശ്വരനൊരു വില പറഞ്ഞ് സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വേദതത്വത്തെ ഉൾക്കൊള്ളിച്ച് നോക്കുന്ന സമയത്ത് അതൊരു തെറ്റായിട്ടുള്ള തീരുമാനമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ക്ഷേത്രം നിലനിൽക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിന്റെ നിത്യനിദാന ക്രിയകൾക്കൊക്കെ വേണ്ടി ഒരു ധനം ആവശ്യമായത് കൊണ്ടാണ് ഒരു നിശ്ചയ സംഖ്യ വഴിപാടുകൾക്കൊക്കെ. പക്ഷെ ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഭഗവാന്റെ അടുത്ത് വന്ന് ജാതി മത പ്രായ രാഷ്ട്രീയ ലിംഗ ഭേദമന്യേ ആർക്കും ക്ഷേത്രത്തിന് ചുറ്റമ്പലത്തിനകത്ത് ഇപ്പൊ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യൻ സഹോദരങ്ങളായാലും അവരൊക്കെ തന്നെ ഇവിടെ വന്ന് ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുത് ഹോമത്തിന് പങ്കെടുത്ത് ഹോമത്തിന്റെ പ്രസാദമൊക്കെ സ്വീകരിച്ച് ഭഗവാൻ അഭിഷേകത്തിനുള്ള ജലം അവർക്ക് ഇവിടെ പൂജിച്ചു വെച്ചിരിക്കുന്ന ജലം തരും. അത് അവിടെ നടക്കി തന്ന് അവർക്ക് ധാര കഴിച്ച് പ്രസാദമൊക്കെ സ്വീകരിക്കുന്നതിന്. അതുപോലെ തന്നെ ഉത്സവങ്ങൾ വരുന്ന സമയത്ത് പള്ളിയിൽ നിന്നാണ് ആ ഒരു പൂരം കാര്യങ്ങളൊക്കെ എഴുന്നള്ളിച്ച് വന്നിരുന്നത്. അപ്പോൾ അവിടെ പള്ളിയിലെ അന്നത്തെ ഫാദർ അടക്കം വന്ന് ഇവിടെ വന്ന് പ്രസാദം സ്വീകരിച്ച് തിരിച്ചു പോകുന്ന ആ താളത്തിനൊപ്പം നമ്മുടെ ക്രിസ്ത്യൻ സഹോദരിമാർ വരെ താലോടുത്ത് ഭഗവാന്റെ മുന്നിൽ ആ സമയത്ത് വന്ന് ഇവിടെ വന്ന് പൂരം ആനയ്ക്ക് വന്ന് ആനപ്പൂരത്തിന് ഇവിടെ വന്ന് എഴുന്നള്ളി ഭഗവാന്റെ അടുത്ത് നിന്ന് ഫാദർ അടക്കം പ്രസാദം സ്വീകരിച്ചു പോകുന്നൊരു സംവിധാനമൊക്കെ ആയിരുന്നു. അപ്പോൾ നിലവിൽ നമ്മൾ വഴിപാടുകൾക്ക് ധനം പറയാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ആ ഭഗവാനെ ഒരിക്കലും നമ്മൾ ധനമായിട്ട് തുല ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ തുലനം ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കണം? നമ്മുടെ മനസ്സും ഈശ്വരനും. അപ്പോൾ ജീവ ഈശ്വര ഐക്യമാണ് ക്ഷേത്രം. അപ്പോൾ ചിന്മുദ്രയൊക്കെ പിടിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ജീവനും ഈശ്വരനും തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നതാണ് ചിന്മുദ്ര എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഈശ്വരനും നമ്മളും തമ്മിലുള്ള അടുപ്പത്തിനിടയിൽ ധനം ഒരിക്കലും ഒരു കാരകത്വം ആവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇനിയിപ്പോൾ പുഷ്പാഞ്ജലി മുതൽ ഉദയാസ്തമന പൂജ വരെ
അവരുടെ ഇഷ്ടത്തിനുള്ള ഒരു ധനം അവിടെ ഭഗവാൻ എന്തെങ്കിലും അവിടുത്തെ നിത്യനിദാനത്തിന് വേണ്ടി സമർപ്പിച്ചിട്ട് അവർക്കത് ചെയ്യാം. എന്തായാലും അവിടെ ഇനിയിപ്പോൾ ഒരു നാണയമായാലും സമർപ്പിച്ചാലും, ഇപ്പൊ മൃത്യുഞ്ജയമായാലും ഗണപതി ഹോമമായാലും മറ്റുള്ള ഏതൊക്കെ പൂജകളുണ്ടോ എല്ലാ മൂർത്തികൾക്കുള്ള വിശേഷ പൂജ നിവേദ്യങ്ങളൊക്കെ ഇനി 1 രൂപ നാണയം വെച്ചിട്ടായാലും അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാം. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ എന്താ അതിന്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഒരിക്കലും ഭഗവാന് നമ്മൾ സമർപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു നാണയമായാലും അല്ലെങ്കിൽ പുഷ്പം പത്രം ഫലം തോയം യോമൽ ഭക്തിയാ സമർപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു പുഷ്പമായാലും ഒരു പത്രം എന്ന് പറഞ്ഞാൽ പർണം ഇലയായാൽ പോലും തോയം, അപ്പോൾ അവരവരുടെ ശരീര സമർപ്പണമായാലും ജലമായാലും ഭഗവാന് സമർപ്പിച്ചിട്ട് വഴിപാടുകൾ ചെയ്യാമെന്നുള്ളതാണ് ഒരു മുഖ്യം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ ധനം എന്നുള്ളത് ഭഗവാനും നമ്മളും തമ്മിൽ അല്ലെങ്കിൽ ഈശ്വരനും ജീവനും തമ്മിലുള്ള ഐക്യത്തിനിടയിൽ ഒരു കാരകത്വമാവാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ആത്മസമർപ്പണത്തോടു കൂടി ശരിയായിട്ടുള്ള മനസ്സിന്റെ സങ്കല്പത്തോടു കൂടി സമർപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് ഇപ്രകാരം അതിനൊരു ധനം നിശ്ചയിക്കാതെ ഇവിടെ എല്ലാ വഴിപാടുകളും ചെയ്തു കൊടുക്കുന്നത്. സ്പിരിച്വൽ യൂണിവേഴ്സിറ്റി തുടങ്ങാൻ പോകുന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അതിന് മുന്നിൽ തുടങ്ങിയായിരുന്നു അതോ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ? അതായത് ആദ്യകാലം മുതൽ തന്നെ ഇവിടെ കുട്ടികൾക്ക് ക്ലാസ് സാൻസ്ക്രിറ്റ്, പൂജ, ജ്യോതിഷം, വാസ്തു തുടങ്ങിയ ക്ലാസ്സുകൾ വൈദികരായാലും പങ്കെടുക്കുന്നു. ഇപ്പം എൻ്റെ ഓൺലൈൻ ക്ലാസ് ആയിട്ട് കുറേ വൈദികർ, 1000-ലധികം വൈദികർ ഓൺലൈൻ ക്ലാസ്സിൽ ഈ പറയുന്ന സബ്ജക്റ്റുകൾ സാൻസ്ക്രിറ്റ്, അതിൽ സനാതനധർമ്മം, പൂജ, തന്ത്രം, ജ്യോതിഷം, വാസ്തു ഇത്യാദി വിഷയങ്ങൾ വൈദികർ തന്നെ ക്ലാസ്സിലുണ്ട്. അപ്പം അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയൊരു സംവിധാനം, ഇപ്പോൾ ഓൺലൈൻ എന്നുള്ളത് ഓഫ്ലൈൻ ഒരു സങ്കല്പത്തിൽ ക്ലാസ്സുകൾ നയിക്കുന്നുള്ളൊരു സംവിധാനത്തിന് വേണ്ടി നോക്കിയിരുന്നു. അപ്പം അതൊരു ചെറിയ രീതിയിലൂടെ ദക്ഷിണാമൂർത്തി വിദ്യാപീഠമായിട്ടാണിത് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലും ഉപരിയായിക്കൊണ്ട് വിദ്യ അഭ്യസിക്കുന്ന ഒരു കേന്ദ്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഈ നർമ്മദേശ്വര ശിവലിംഗത്തിൽ തന്നെ ആയാലും ദക്ഷിണാമൂർത്തി സങ്കല്പമാണ്. ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് തന്നെ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തിയെ നമ. അപ്പോൾ ഗുരവേ സർവലോകാനാം എല്ലാ ലോകങ്ങളുടെയും ഗുരു, ഭിഷജേ ഭവരോഗിണാം എല്ലാ രോഗങ്ങളുടെയും വൈദ്യനായിട്ടുള്ള വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു ഈശ്വര സങ്കല്പവും. പിന്നെ നിധയെ സർവവിദ്യാനാം എല്ലാ വിദ്യകളുടെയും നിധി എന്ന് പറയുന്നതും ഈ ദക്ഷിണാമൂർത്തി സങ്കല്പമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ദക്ഷിണാമൂർത്തിയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യകൾക്കും വളരെ പ്രസക്തിയുണ്ട് ദക്ഷിണാമൂർത്തി. അപ്പം അങ്ങനെ ആയിട്ട് ഈ ദക്ഷിണാമൂർത്തിയെ പ്രതിഷ്ഠിച്ച് 64 കലകൾ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രം എന്നുള്ളൊരു സങ്കല്പത്തെ ഇട്ടുകൊണ്ട് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുക്കളും വേദങ്ങളും മറ്റുള്ള സർവ്വശാസ്ത്രങ്ങളും സനാതന ധർമ്മ സംസ്കാരത്തിലൂടെയായിട്ടുള്ള എല്ലാ അറിവുകളെയും പ്രദാനം ചെയ്യുന്നതിന് പഠിപ്പിക്കുന്നതിനൊരു യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം കുറിച്ച് അപ്പോൾ മിനിസ്ട്രി ലെവലിലുള്ള എല്ലാവരെയും കണ്ട് സംസാരിച്ച് അതിനുള്ള അപ്രൂവലൊക്കെ എടുത്തു. ട്രസ്റ്റിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. യൂണിവേഴ്സിറ്റിയുടെ മറ്റുള്ള പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞു. അത് ഏകദേശം തമിഴ്നാട്ടിലായിക്കൊണ്ട് നമുക്ക് വലിയൊരു യൂണിവേഴ്സിറ്റിക്ക് അതുപോലെ തന്നെ ഒരു കുട്ടിയായിട്ട് ഇങ്ങോട്ട് വന്നാൽ പോലും അല്ലെങ്കിൽ ഏതൊരു പ്രായക്കാരായാലും അത് ആണായിക്കോട്ടെ അല്ലെങ്കിൽ സ്ത്രീ ആയിക്കോട്ടെ ആരായാലും അവർക്ക് കൃത്യമായിട്ടുള്ള സംവിധാനത്തിൽ PhD വരെ നമുക്ക് കൊടുക്കുന്നതിന് അത് സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് വെച്ചുകൊണ്ട് ചെയ്യുന്നുള്ളൊരു സംവിധാനം നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതിൽ പ്രാധാന്യമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഗുരുകുല സമ്പ്രദായ ഒരു വിദ്യാഭ്യാസവും അതോടുകൂടി വന്ന് നിന്ന് പഠിച്ച് ഒരു നമ്മുടെ വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ തുടങ്ങിയതായിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളെയും അധികരിച്ചുകൊണ്ട് സാൻസ്ക്രിറ്റിൽ കൃത്യമായിട്ടൊരു പാഠ്യ പദ്ധതിയാണ് നമ്മുടെ ദക്ഷിണാമൂർത്തി സർവകലാശാല എന്നുള്ളൊരു സങ്കല്പത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ മുഖ്യമായിട്ടുള്ള വിഷയം സനാതന ധർമ്മം തന്നെയാണ്. അത് ആർക്കും വന്ന് പഠിക്കാം. അതിന് പ്രത്യേകിച്ച് മറ്റുള്ള ഫീസുകളോ കാര്യങ്ങളോ ഒന്നും അതിനില്ല. അപ്പം അത് ഏകദേശം അതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. നമ്മളെ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 5 വർഷത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കാര്യങ്ങളും ഫൈനലായി ക്ലാസ്സുകൾ തുടങ്ങുന്നതിനുള്ള സംവിധാനം ആവും. അപ്പോൾ അതൊരു ശിവലിംഗ ആകൃതിയിലാണ് അതിൻ്റെ നിർമ്മാണം. ലോകത്തിലെ ഏറ്റവും
ഉയരം കൂടിയ ഒരു ശിവലിംഗം എന്നുള്ള ഒരു നിലയ്ക്കാണ്. 144.4 അടി ഉയരത്തിലാണ് അതിന്റെ സ്ട്രക്ചർ വർക്ക്. അപ്പൊ പുറത്തുനിന്ന് കാണുമ്പോൾ അതൊരു ശിവലിംഗമാണ്, പക്ഷെ അതിനകത്ത് യൂണിവേഴ്സിറ്റിയാണ് എല്ലാവർക്കും പഠിക്കാൻ. അതിന്റെ ഷേപ്പ് മാത്രമാണ് ശിവലിംഗാകൃതി. അപ്പൊ 144.4 അടി ഉയരത്തിലാണ് അതിന്റെ നിർമ്മാണം. അപ്പൊ അതിന്റെ എല്ലാം സ്കെച്ചും പ്ലാനും മറ്റുള്ള ഗവൺമെന്റിന്റെ അപ്രൂവലും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാണ്. വലിയൊരു പ്രൊജക്റ്റാണ് അത്. അതെ, നമുക്ക് കേൾക്കുമ്പോ തന്നെ മീൻസ് അത്ഭുതമാണ്. നിങ്ങളൊരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ യൂണിവേഴ്സിറ്റികളെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ശിവലിംഗത്തിനകത്തൊരു യൂണിവേഴ്സിറ്റി. അത് അതിന്റെ ഷേപ്പാണ് ശിവലിംഗാകൃതി. കാരണം ശിവലിംഗം എന്ന് പറയുന്ന ആ ഒരു ഷേപ്പിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം ആ ആകൃതിക്ക് എല്ലാത്തിനും പോസിറ്റീവ് എനർജിയെ മുഴുവനും അതിനെ സ്വീകരിച്ചുകൊണ്ട് പവർഫുള്ളായിട്ട് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു പവർ ആ ഷേപ്പിനുണ്ട്. വാസ്തുപരമായിട്ട് ആ ഷേപ്പിന് വളരെ പ്രസക്തിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭഗവത് ചൈതന്യത്തിൽ ഈ പറയുന്ന സനാതന ധർമ്മ സംസ്കാരത്തിന്റെ അറിവുകൾ അതിനുള്ളിലിരുന്നുകൊണ്ട് ശേഖരിക്കുമ്പോൾ അതിനൊരു വലിയൊരു പവർ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ആർഷഭാരത സംസ്കാരത്തിന്റെ മുഴുവനും ഒരു തത്വം, ആ ഒരു പ്രിൻസിപ്പിൾ മുഴുവനും വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരിക്കും അവരുടെ ലൈഫ് മുഴുവൻ. അപ്പൊ അവരുടെ ജീവിതം ഈ സനാതന ധർമ്മ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കും. അത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു യുവതലമുറ എന്ന് പറയുന്നത് ഇപ്പോൾ ടീനേജേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രായക്കാര് മിക്കവാറും ഒന്നുകിൽ ഏതെങ്കിലും ലഹരികളോ അങ്ങനെ സംവിധാനമൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഗുരു എന്നുള്ളൊരു സങ്കല്പത്തെ അല്ലെങ്കിൽ മാതാപിതാ ഗുരു ദൈവം എന്നുള്ളൊരു സങ്കല്പത്തൊക്കെ വിട്ടുകൊണ്ട് ഇന്ന് ആധുനികതയിൽ മൊബൈലും ബൈക്കും ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ലഹരികളിൽ കൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അതിൽ നിന്ന് ഇതിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇതിൽ ചേരുന്ന ആ ഒരു തലമുറകളെ നമുക്ക് ആർഷഭാരത സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിലൂടെ നയിക്കുവാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും അവർ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സാത്വികമായിട്ടുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് തീരുവാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ കൂടെ സാധ്യമാകും. പ്രാധാന്യം എന്ന് പറയുന്നത് നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനുള്ള ഒരു സംവിധാനം എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തായാലും ദക്ഷിണാമൂർത്തി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എത്രയും വേഗം തന്നെ അത് 5 വർഷത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും കഴിഞ്ഞു ഈ വർക്ക് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം ഭഗവത് അനുഗ്രഹം കൊണ്ട് വേഗം മാറും. ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു സർട്ടിഫൈഡ് ആയിരിക്കോ അല്ലെങ്കിൽ എത്രത്തോളം ജോലി സാധ്യത ഉണ്ടാവും? വാല്യൂബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്, സാൻസ്ക്രിറ്റ് സർവകലാശാലയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഈ മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ ഈ എനിക്ക് കുറച്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അവിടുത്തെ കുട്ടികൾക്ക് സനാതന ധർമ്മ സംസ്കാരത്തിൻ്റെ പല മൂല്യങ്ങളെക്കുറിച്ചും ഗുരു എന്താണ്, അല്ലെങ്കിൽ ജീവിതചര്യകളിൽ നമ്മുടെ സനാതന ധർമ്മ സംസ്കാരം എന്നുള്ളൊരു സങ്കല്പമുണ്ടല്ലോ, ആ സങ്കല്പത്തിൽ കൂടെ എങ്ങനെയാണ് ഇപ്പോൾ കുട്ടികൾക്ക് മറ്റുള്ള മുതിർന്നവരെ ബഹുമാനിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു ആത്മീയമായിട്ട് അവരെ സാത്വികമായിട്ടുള്ള ജീവിതം നയിക്കുന്നത്, അനാവശ്യമായിട്ടുള്ള ജീവിതചര്യകളിൽ നിന്ന് മാറ്റി നല്ല സാത്വിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം എന്താണെന്നുള്ളത് ചോദിച്ചുകൊണ്ടുള്ള പല റിക്വസ്റ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള റെക്കോർഡുകളൊക്കെ സ്വീകരിച്ചതിന് ശേഷം ഇപ്പോൾ അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ പോലും അവരൊരു ക്ലാസ് വെച്ചിരിക്കുകയാണ്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ ദക്ഷിണാമൂർത്തി യൂണിവേഴ്സിറ്റിയുടെ ഈ പറയുന്ന സ്പിരിച്വൽ യൂണിവേഴ്സിറ്റിയുടെ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ ചുരുങ്ങിയത് ഒരുവിധം നമ്മളുടെ ഈ മറ്റുള്ള ചില സ്പിരിച്വൽ മേഖലയിലുള്ള ആത്മീയ ആചാര്യന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവരുടെയൊക്കെ അണ്ടറിലുള്ള പല 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 കേന്ദ്രങ്ങളിലും ഒരുപാട് രാജ്യങ്ങളിലെ സ്പിരിച്വൽ ഓരോ സംഘടനകളും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ അണ്ടറിൽ നമ്മുടെ ദക്ഷിണാമൂർത്തി സ്പിരിച്വൽ യൂണിവേഴ്സിറ്റിയുടെ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഇതിൽ പഠിച്ചു വളരുന്ന എല്ലാവരും ഇത്തരത്തിലുള്ള പ്രചരണത്തിനായിക്കൊണ്ട് വിത്ത് അവരുടെ ജീവിതചര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തികത്തോടു കൂടി തന്നെ വിത്തൊരു സാലറിയോട് കൂടി തന്നെ അവരെ പോസ്റ്റിംഗ് ആക്കേണ്ട എല്ലാ സംവിധാനവും നമ്മൾ ഇതിനോടൊപ്പം തന്നെ വളർത്തിയെടുക്കും. ഈ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിന്റെ ബ്രാഞ്ചുകളും സംവിധാനം അതിനൊക്കെയുള്ള എല്ലാ പേപ്പർ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അങ്ങനെയൊക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്. അതുപോലെ ഇനി ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് യാഗങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്, അതിനെ പറ്റി ഒന്ന് പറയാം. ഇപ്പോൾ പുരസ്കാരങ്ങൾ വേൾഡ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, വിയറ്റ്നാം ബുക്ക് ഓഫ് റെക്കോർഡ്, നേപ്പാൾ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്തോനേഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, അങ്ങനെ തുടങ്ങിയതായിട്ടുള്ള ഏകദേശം ഒരു 6ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള റെക്കോർഡുകളും, പിന്നെ ഈ നമ്മുടെ KHN ഹിന്ദു നോർത്ത് അമേരിക്കൻ അവാർഡ്, ഹിന്ദു പാർലമെൻറ്റ്, വേൾഡ് ഹിന്ദു പാർലമെൻറ്റ് അവാർഡ്, ഗുരുപ്രിയ ചാനലിൻ്റെ തന്നെ അവാർഡ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏകദേശം ഒരു 100ഓളം പുരസ്കാരങ്ങൾ തന്നെ പല ക്ഷേത്രങ്ങളിൽ നിന്നും. ഇപ്പോൾ തന്ത്രമുള്ള ഒരു 64 ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തുള്ള സ്വീകരണങ്ങളും, പിന്നെ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലുള്ള വൈദികർ, മേൽശാന്തിമാരും തന്ത്രിയും ഒക്കെ ആയിട്ടുള്ളവരുടെ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ വരുമ്പോഴായാലും അവിടെയും വിളിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ ഒരു ആദരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്ന. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ്. ഭഗവാനെ ഉപാസിച്ചതിലും ആ വിദ്യ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അവർ നമുക്ക് തരുന്ന ഒരു ഗുരുദക്ഷിണ പോലെയായിട്ടാണ് ഈ ഓരോ പുരസ്കാരങ്ങളും സ്വീകരിക്കുന്നത്. അത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ഈ ഒരു മേഖലയിൽ അശ്രാന്തമായിട്ടുള്ള പരിശ്രമത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭഗവാൻ തരുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഈ വേൾഡ് റെക്കോർഡായാലും ഈ പുരസ്കാരങ്ങളായാലും ഈ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡായാലും ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിലിപ്പോൾ വേറെ പ്രത്യേകിച്ച് നമുക്ക് ഒരു അനുഗ്രഹം അത്രമാത്രമാണ് ഈ പുരസ്കാരങ്ങളോട് എനിക്ക് തോന്നുന്ന ഒരു അവരുടെ. ഇപ്പോൾ ഈ ശിഷ്യന്മാരായാലും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ ക്ലാസ്സിലുള്ളവർ തരുന്നതായാലും ഒക്കെ അവർ നമുക്കോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു ആദരവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ മറ്റുള്ള യാഗങ്ങളെ ഇപ്പോൾ നമുക്ക് ഡൽഹിയിൽ ഒരു യാഗം നിശ്ചയിച്ചിട്ടുണ്ട്. അത് കുബേരയാഗമാണ്. ഇപ്പോൾ ബാംഗ്ലൂരിലത്തെ യാഗം കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഡൽഹിയിൽ വരുന്ന ഒരു കുബേരയാഗം വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അയോധ്യ, അവിടെ അയോധ്യയിൽ നമ്മുടെ സ്വാമിമാരുടെ അവിടെ അയോധ്യ ചേർന്നുള്ള ഒരു ആശ്രമത്തിൽ തന്നെ നമ്മുടെ വലിയ രീതിയിലൊരു അതിരുദ്രം, അതും ഏകദേശം ആഗസ്റ്റ് മാസങ്ങളിലായിക്കൊണ്ട് അതിൻ്റെ കാര്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള അടുത്തുള്ള ചെറിയ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഒരു മഹാചണ്ഡിക യാഗം, അത് ശാക്തേയപരമായിട്ടുള്ളതാണ്, ദൈവീപരമായിട്ടുള്ള ഒരു യാഗമാണ്, യത്നാണ്, 9 കുണ്ടങ്ങളിൽ. അപ്പോൾ അതും നമ്മുടെ കൊടുങ്ങ ദുർഗാദേവി ക്ഷേത്രത്തിൽ അതും നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങളിൽ യാഗങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ തന്ത്രമുള്ള ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട കുറച്ച് മഹാക്ഷേത്രങ്ങളിലും ചില കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതൊക്കെ വരും വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യാഗങ്ങളും യജ്ഞങ്ങളും ഇത്തരത്തിലുള്ള സനാതന ധർമ്മ സംസ്കാരത്തിൻ്റെ മൂല്യമുള്ള ചില ആരാധനാക്രമങ്ങൾ, അതൊന്നും നമുക്ക് ഭക്തിയോടുകൂടി നാളത്തെ വരും തലമുറയ്ക്ക് ഗുണകരപ്പെടുന്ന രീതിയിൽ നമ്മളതിനെ അനുവർത്തിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം അതിലെല്ലാവരും അത് പഠിച്ച് അത് ചെയ്യാൻ പ്രാപ്തിയുള്ളവരായിട്ട് തീർക്കുക എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു സംവിധാനം. അപ്പോൾ അതൊക്കെ ചെയ്താൽ ഇത്തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ഒരു എല്ലാവിധ അനുഗ്രഹങ്ങളും എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ് മുഖ്യം. നമുക്ക് ഈശ്വരാനുഗ്രഹത്താൽ നമ്മുടെ കർമ്മം, ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഭഗവാൻ തന്നിട്ടുള്ള ഒരു അനുഗ്രഹം തന്നെയാണ് ഇത്. അപ്പൊ ആ ഒരു സങ്കല്പത്തിൽ മുന്നോട്ട് പോകും. അങ്ങ് ആത്മീയവും അതുപോലെ തന്നെ ഭൗതികമായ തലങ്ങളിലൂടെയാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഓണററി ഡോക്ടറേറ്റ്, അതുപോലെ തന്നെ FCAയുടെ ബോർഡ് മെമ്പർ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ അതിനെ പറ്റി ഒന്ന് പറയാമോ? അതിലിപ്പോ നിലവിൽ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരു തലത്തിലൂടെ തന്നെയാണ് ഏതൊരു മനുഷ്യനും ജീവിക്കേണ്ടത്. കാരണം മനുഷ്യനായിട്ട് ജനിച്ചത് കൊണ്ട് നമുക്ക് വേർതിരിവ് അറിയുന്നതിനുള്ള, അതായത് യഥാവിധി ഓരോ ജീവജാലങ്ങൾക്കും വേണ്ടതായിട്ടുള്ള എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വേർതിരിവ്, അറിവിനെ ശരിക്കും ഈശ്വരൻ തന്നിരിക്കുന്നത് മനുഷ്യനിലാണ് കൂടുതൽ.
അതുകൊണ്ടാണ് മറ്റുള്ള ജീവജാലങ്ങളെ വിട്ട് മനുഷ്യൻ കുറച്ചുകൂടി വ്യത്യസ്തനായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത് നല്ലതിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവരും അത് വൈപരീത്യ മറ്റുള്ള ജീവജാലങ്ങൾക്കും കൂടി വിപരീത ഫലങ്ങൾ ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മളത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭൗതികവും ആത്മീയമായിട്ടുള്ള വഴികളിൽ കൂടെ സഞ്ചരിക്കുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമായതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഡോക്ടറേറ്റ് കിട്ടിയത് എന്ന് പറയുന്നത് ഓണററി ഡോക്ടറേറ്റ് സ്പിരിച്വൽ മേഖലയിൽ നമ്മൾ അത്രമാത്രം ഒരു സംഭാവനകൾ സ്പിരിച്വൽ മേഖലയിലായാലും സാമൂഹിക മേഖലയിലായാലും ചെയ്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ഇപ്പോൾ സാൻസ്ക്രിറ്റ് നമ്മൾ നല്ല രീതിയിൽ തന്നെ സാൻസ്ക്രിറ്റിന് ഒരുപാട് ഏകദേശം ഒരു 10ഓളം സ്റ്റേറ്റുകളിൽ തന്നെ പോയിട്ട് സാൻസ്ക്രിറ്റിൻ്റെ നല്ല ശിബിരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിന് നമുക്ക് പരമാവധി കൊടുക്കാൻ പറ്റാവുന്ന അത്രയ്ക്കും സംഭാവനകൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ലേഖനങ്ങളും മറ്റുള്ള ഷഡ്ഗങ്ങൾ സൂക്തങ്ങളൊക്കെ സാൻസ്ക്രിറ്റിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവത് അനുഗ്രഹം കൊണ്ട് തന്നെ കിട്ടുന്ന ഒരു സങ്കല്പം തന്നെയായിട്ടാണ് ഈ ഡോക്ടറേറ്റിനെ കണ്ടിട്ടുള്ളത്. പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ കേരള ബോർഡ് മെമ്പറായിട്ട് അത് മിനിസ്ട്രി എന്നുള്ളൊരു ഇത് പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ മിനിസ്ട്രി എന്നുള്ള നമ്മളുടെ അന്നത്തെ മിനിസ്റ്റർ നമ്മളുടെ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം മിനിസ്റ്റർ വന്ന് സംസാരിച്ചപ്പോൾ ആ ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് കുറച്ച് സേവനങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അതാണ് ഞാൻ എടുത്ത് ചോദിച്ചത്, ആത്മീയവും ഭൗതികവും ഞാൻ ചോദിക്കാൻ. കാരണം ഇന്നത്തെ കാലത്ത് സാധാരണക്കാർക്ക് ജീവിക്കുന്നതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇന്നത്തെ റേഷൻ കടകളും മറ്റുള്ള സപ്ലൈകളും തുടങ്ങിയതായിട്ടുള്ള സംഗതികളൊക്കെ തന്നെ. അപ്പൊ സാധാരണക്കാർ ജീവിതത്തിന് നമുക്ക് എന്തെല്ലാം നമ്മളുടെ കർമ്മം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതിലേക്ക് നമുക്ക് ഒരു സേവനമായിട്ട് ചെയ്യാൻ പറ്റുമെന്നത് ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു കേരള ബോർഡ് മെമ്പറായിട്ട് നമ്മൾ സെൻട്രൽ മിനിസ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളൊരു ഇതാണ്. അപ്പം അതിൻ്റെ ഓർഡർ കഴിഞ്ഞു. മാർച്ച് 20-ാം തീയതി ചാർജ് എടുത്തു. അതിൻ്റെ ഓർഡർ കയ്യിൽ കിട്ടി. അപ്പോൾ ഇനിയുള്ള ഈ 2 വർഷക്കാലം അതിലെന്തെല്ലാം നമുക്ക് കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിൽ നിന്നുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അതിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന് കൊടുക്കുക എന്നുള്ളൊരു സങ്കല്പമൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ എന്നിരുന്നാൽ കൂടി ആത്മീയമായിട്ട് ഇപ്പോൾ അഖില ഭാരതീയ യജ്ഞസമിതിയുടെ ചീഫ് ഗസ്റ്റ് ആണ്. അപ്പോൾ ഈ അഖില ഭാരതീയ യജ്ഞസമിതിയുടെ എന്തെല്ലാം യജ്ഞങ്ങളും യാഗങ്ങളും ഇന്ത്യക്ക് അകത്തും പുറത്തും നടക്കുന്നുണ്ടോ അതിലൊക്കെ തന്നെ അതിൻ്റെ പ്രധാനി ആയിക്കൊണ്ട് അതിൻ്റെ കർമ്മങ്ങളിലൊക്കെ തന്നെ വളരെ ഭംഗിയായിട്ട് ആചരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു തീരുമാനമാണ്. എന്തായാലും അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ മേഖലകളിലൊക്കെ ഓടി നടന്ന് ചെയ്യുവാനുള്ള ഒരു അനുഗ്രഹം നന്നായിട്ട് ഭഗവാന്റെ എപ്പോഴും ഉണ്ട്. അതൊരു ഉപാസനയുടെ ഫലമായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ ഉപാസിക്കുന്ന മൂർത്തിയുടെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നുള്ളൂ. പിന്നെ ഗുരുക്കന്മാരുടെ ഒക്കെ ഒരു വലിയൊരു അനുഗ്രഹം നമുക്ക് നിന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അവർക്ക് പാദസേവ ചെയ്യുന്നതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അതൊരു വലിയൊരു അനുഗ്രഹം തന്നെ. നമ്മുടെ പരമേശ്വരൻ സ്വാമിയൊക്കെ വളരെ നല്ല രീതിയിൽ തമാശയ്ക്ക് പോലും അദ്ദേഹം ഇങ്ങനെ വലിയ പണ്ട് അശ്വനി ദേവന്മാര് ആണ് ദേവവൈദ്യന്മാര്, അതുകൊണ്ട് അശ്വനി ദേവ് ഡോക്ടർ ആവട്ടോ എന്ന് പറയാറുണ്ട്. വെച്ച് ഞാൻ 6ാം തരത്തിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ചെന്ന സമയത്തും അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആ ഒരു തരത്തിൽ ഡോക്ടർ ആയില്ലെങ്കിലും ഡോക്ടർ എന്നുള്ളൊരു പദവി അതിന്റെ മുൻപിൽ വരുമ്പോൾ, എന്നിരുന്നാൽ കൂടിയും ഇവിടെ വരുന്ന ഒരുപാട് ഭക്തരുടെ ആയുർവേദപരമായിട്ട് ഇപ്പൊ നമ്മൾ ഡോക്ടറേറ്റ് ഇല്ലെങ്കിൽ കൂടി ഇവിടുത്തെ ചില പച്ചമരുന്നുകളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പലർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടുന്ന് ഔഷധധാര എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ആ ധാര നടത്തി അതിൻ്റെ തീർത്ത് കൊടുക്കുന്ന ഒരുപാട് രോഗങ്ങൾക്ക് വിമുക്തി ഉള്ള ഒരുപാട് പേര് രോഗവിമുക്തി വന്നിട്ട് ഇവിടെ വന്ന് വേണ്ട വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഡോക്ടർ എന്ന് പറയാൻ സങ്കല്പിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി ഭഗവത് അനുഗ്രഹം കൊണ്ട് ഇവിടെ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് വളരെ രോഗവിമുക്തി ഉണ്ടാകുന്നുണ്ട്. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ഇവിടുത്തെ പഞ്ചലോഹ വിഗ്രഹത്തിന്റെ ഒരു സവിശേഷത, അതുപോലെ അങ്ങേക്ക് നമ്മുടെ ഈ പുതുതലമുറയ്ക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്തായിരിക്കും? പഞ്ചലോഹ ശിവലിംഗത്തിന് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിലാണ് പഞ്ചലോഹ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് വടക്കുന്നാഥനിൽ നിന്നാണ് അതിൻ്റെ പൂജ നടത്തി ആദ്യത്തെ അവിടെ നിന്ന്
കലശാഭിഷേകമൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത്. ഈ എല്ലാ ഒരുവിധ മഹാക്ഷേത്രങ്ങളിലും മുഴുവൻ ഗ്രാമപ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 7.5 അടിയോളം ഉയരം വരുന്ന ഒരു പഞ്ചലോഹ ശിവലിംഗമാണ്, വിഗ്രഹമാണ് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ. അത് ഈ എല്ലാ ക്ഷേത്രങ്ങളിലും സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇവിടെ വന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രസക്തി വിദ്യാരംഭത്തിന് ആണ്. വിദ്യാരംഭത്തിന് സരസ്വതി പൂജ കഴിഞ്ഞ് ദക്ഷിണാമൂർത്തിയുടെ മുൻപിൽ ഒരുപാട് കുട്ടികൾ എഴുത്തിന് ഇരിക്കുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. പിന്നെ അന്ന് തന്നെ പുരാണങ്ങൾ ഏതെങ്കിലും ഭാഗവതോ മറ്റുള്ളതൊക്കെ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു പാരായണം ചെയ്യുന്നൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ വിദ്യാരംഭത്തിനാണ് മുഖ്യമായിട്ടും ദക്ഷിണാമൂർത്തി സങ്കല്പിച്ചുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ശിവലിംഗം ഒരു ഗുരുപദേശപ്രകാരം ആണ് ബൃഹത്തായിട്ടൊരു ശിവലിംഗം അങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരു വലിയൊരു അനുഗ്രഹമാണ്, പഠിക്കുന്നവർക്ക് കൂടുതൽ വിശേഷ അനുഗ്രഹമാണ് ദക്ഷിണാമൂർത്തി. അതുപോലെ തന്നെ രോഗനിവാരണത്തിനും വിശേഷ ദക്ഷിണാമൂർത്തി മന്ത്രം കൊണ്ട് നെയ്യ് ജപിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സാരസ്വത ഘൃതം ചൂർണ്ണമൊക്കെ ഇവിടെ നിന്ന് ജപിച്ച് ഈ വിജയദശമി ദിവസം ജപിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അത് വളരെ വിശേഷമാണ് ദക്ഷിണാമൂർത്തിയുടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദക്ഷിണാമൂർത്തി എന്ന ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവാണ്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിലുള്ളൊരു അനുഗ്രഹം ശരിക്കും വന്നു ചേരുന്നവർക്ക് ഭക്തർക്ക് മുഴുവൻ കിട്ടും എന്നുള്ളതാണ്. പിന്നെ പുതിയ ഒരു തലമുറയ്ക്കുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത്, ഈ ഗുരുപ്രിയ ചാനലിൻ്റെ ദേവനാം പ്രിയ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ ഒരുപാട് നല്ല സത്ത് അറിവുകളെ നിറയ്ക്കുന്നത്, അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള മേഖലകളിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് ക്ഷേത്ര സങ്കേതങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അത് എല്ലാം ഒരു നല്ലതിനാണ്. നാളത്തെ നല്ല തലമുറയ്ക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കുവാനായിട്ട് ഇതിന് സാധിക്കും. എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന ആർഷഭാരത സംസ്കാരത്തിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും അടങ്ങിയിട്ടുള്ള ഒരു തത്വം, ഇപ്പോൾ അഷ്ടാദശ പുരാണേഷു വ്യാസസ്യ വചനദ്വയം എന്ന് പറയുന്ന പോലെ പരോപകാരായ പുണ്യായ പാപായ പീഡനം, 18 പുരാണങ്ങളിലും കൂടി വ്യാസൻ പറയുന്ന 2 വാക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്യുക, മറ്റുള്ളതിനെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ പക്ഷെ എന്നിരുന്നാൽ കൂടി ഒരുപാട് പേര് ആചാരങ്ങളിൽ കൂടി നമുക്ക് സഞ്ചരിക്കുന്ന അതിൻ്റെ ഗുണങ്ങൾ. അപ്പം നമ്മുടെ ക്ഷേത്ര സങ്കല്പമായിട്ടോ അല്ലെങ്കിൽ ഏതൊരു മതസ്ഥനായാലും ഏതൊരു ജാതീയനായാലും ഏതൊരു ആണോ പെണ്ണോ അറിയാം, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നാണ് നമ്മുടെ ക്ഷേത്ര സങ്കല്പം. അപ്പോൾ എവിടെയാണോ അല്ലാതെ സ്ത്രീകളെ മാറ്റി നിർത്തുക എന്നുള്ള സങ്കല്പം, സ്ത്രീകൾ പൂജിക്കപ്പെടേണ്ടവരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ബൃഹത്തായിട്ടുള്ളൊരു സങ്കല്പമാണ് ക്ഷേത്രങ്ങളിൽ കൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വരും തലമുറകളെല്ലാവരും ഇത്തരത്തിലുള്ള ആത്മീയ സങ്കല്പത്തിൽ കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ അനാവശ്യമായിട്ടുള്ള കുറേ ഈ ചിന്തകളും കാര്യങ്ങളൊക്കെ മാറി നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു സങ്കല്പം. ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാം, കുട്ടികളൊക്കെ തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ കൂടെ സഞ്ചരിക്കുകയും അതുപോലെ തന്നെ ചെറിയൊരു കാര്യത്തിന് പോലും വലിയവരാണെങ്കിൽ പോലും ആത്മഹത്യകളൊക്കെ ചെയ്യുന്ന പ്രേരണകളും മനസ്സിനോ ശരീരത്തിനോ ഒന്നും യഥാവിധിയായിട്ടുള്ള ആരോഗ്യത്തെ കിട്ടാത്ത സങ്കല്പത്തിലാണ് ഇന്നത്തെ കാലത്തെ ജീവിതം. അതിനൊക്കെ മറിച്ച് നല്ലൊരു പോസിറ്റീവ് എനർജി ചെയ്യുവാനായിട്ട് ആത്മീയതയ്ക്ക് കഴിവുണ്ടെന്നാണ്. അപ്പോൾ സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൻ ദുഃഖഭാഗ്യവേ. സർവ്വജീവജാലങ്ങൾക്കും, മനുഷ്യന് മാത്രമല്ല, അപ്പോൾ നമ്മൾ മനുഷ്യന് മാത്രം ഗുണം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കല്പമല്ല. സർവേ ഭവന്തു സുഖിന, എല്ലാ ജീവജാലങ്ങളും. നമുക്ക് നമ്മുടെ സനാതന ധർമ്മത്തിൽ 84 ലക്ഷം ജീവയോനികളാണെന്നാണ് സങ്കല്പം. അപ്പോൾ 84 ലക്ഷം ജീവയോനികൾക്കും സൗഖ്യമുണ്ടാകട്ടെ. ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാഹ, എല്ലാ ജീവജാലങ്ങളും നിരാമയാഹ, ആമയങ്ങൾ ഇല്ലാതിരിക്കട്ടെ, രോഗങ്ങളില്ലാതിരിക്കട്ടെ, അവരൊക്കെ ആരോഗ്യമുള്ളവരായി തീരട്ടെ. മനുഷ്യർ മാത്രമല്ല, സർവ്വ ജീവജാലങ്ങളും. മാ കശ്ചിൻ ദുഃഖഭാഗ്ഭവേ, ഒരു ജീവജാലങ്ങളും ദുഃഖങ്ങൾ അനുഭവിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നുള്ളൊരു സങ്കല്പമാണ് നമ്മുടെ സനാതനധർമ്മ സംസ്കാരം പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ ജീവിച്ചുകൊണ്ട് പരസ്പരം സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും
സമർപ്പണത്തോടെ. ആത്മസമർപ്പണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒന്നിന് നമ്മളുടെ ഉള്ളിലുള്ള പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തെ നൽകുന്നതാണ് ആത്മസമർപ്പണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത്രയും പൂർണ്ണ വിശ്വാസ്യത അല്ലെങ്കിൽ പൂർണ്ണ സമർപ്പണം, പൂർണ്ണ ബന്ധത്തെ കുറിക്കുന്നതാണ് ആത്മസമർപ്പണം. ഇപ്പോൾ നവധാ ഭക്തി എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ശ്രവണം, കീർത്തനം, യസ്യ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതിൽ അവസാനമാണ് ആത്മനിവേദനം എന്ന് വെച്ചാൽ നമ്മളെ തന്നെ മുഴുവനും സമർപ്പിക്കുന്ന സങ്കല്പം. എന്ന പോലെ ഒരുമിച്ച് സ്നേഹത്തോടെ, ആത്മാർത്ഥമായിട്ടുള്ള ബന്ധത്തോടെ, സമർപ്പണത്തോടു കൂടി, പരസ്പര അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സേവനത്തോടു കൂടി മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഈ ദേവനാം പ്രിയ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്. അപ്പം അങ്ങനെ നല്ല നല്ല അറിവുകളെ നിറച്ചുകൊണ്ട്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, നല്ല നല്ല ജീവിതചര്യകളിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ട് നല്ല വ്യക്തിത്വങ്ങളായിട്ട് തീരുവാൻ ഈ ഒരു പ്രോഗ്രാമിലൂടെ അവർക്ക് കുറച്ചെങ്കിലും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അപ്പം ഇത്രയും അധികം സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച ഡോക്ടർ അശ്വിനി ദേവ തന്ത്രികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടാം.